കാവിയണിഞ്ഞ ബംഗാൾ. പൂജ്യത്തിൽ നിന്നും ഭരണത്തിലേറുന്ന ബി ജെ പിയുടെ തന്ത്രം. മമത ബി ജെ പിയെ നിസാരമായി കണ്ടപ്പോൾ അതിലും നിസാരമായി ബംഗാൾ ബി ജെ പി തൂത്തുവാരി. ഒരു കാലത്ത് ചുവന്നു തൊടുത്ത ബംഗാൾ, ചുവപ്പ് കൊടി മാത്രം തെരുവോരങ്ങളിൽ പാറിപ്പറന്നിരുന്ന നീണ്ട 34 വർഷങ്ങൾ. എതിരില്ലാതെ ചുരുങ്ങിയ പ്രതിപക്ഷം മാത്രമുള്ള ബംഗാളിൽ CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയാണ് ഭരണം നിയന്ത്രിച്ചിരുന്നത്. അന്നത്തെ ഇടതുപക്ഷം പറഞ്ഞിരുന്ന വാക്കാണ് 50 വർഷത്തിന് ശേഷം ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയർത്തുമെന്ന്. ആ ബംഗാളിലെ ഇടതുഭരണം 1977 മുതൽ 2011 വരെയായിരുന്നു. ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും മുഖ്യമന്ത്രിയായി ജനങ്ങളെ ഭരിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനോട് തോൽവി സമ്മതിക്കേണ്ടി വന്നു. മമതാ ബാനർജി എന്ന കരുത്തയായ വനിത ബംഗാൾ അടക്കി ഭരിച്ചു. പിന്നീട് ഇടതുപക്ഷത്തിന് തിരിച്ചു വരാനുള്ള എല്ലാ വഴികളും കൃത്യമായി അടച്ചുവെച്ച രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് മമതാ ബാനർജി പയറ്റിക്കൊണ്ടിരുന്നത്. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് മറ്റൊരു റെക്കോർഡ് കൂടി ഉണ്ടായിരുന്നു. ജനാധിപത്യത്തിലൂടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ലോകത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു ബംഗാൾ സർക്കാർ. ബംഗാളിൽ കണ്ടത് 34 വർഷത്തെ ഇടതു ഭരണത്തിന്റെ പൂർണ്ണ തകർച്ച തന്നെയായിരുന്നു. അതിനുശേഷം വന്ന തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ 15 വർഷം തുടർച്ചയായി ബംഗാളിനെ കൈപ്പിടിയിലൊതുക്കി നിയന്ത്രിച്ചു പോന്നു. 15 വർഷവും ബംഗാൾ മുഖ്യമന്ത്രിയായി ഭരണം കൈയാളിയതും മമത തന്നെയായിരുന്നു. മുമ്പ് 7 തവണ ലോക്സഭാ അംഗമായിട്ടുണ്ട്. കൂടാതെ 2 തവണ കേന്ദ്ര റെയിൽവേ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 15-ാം വയസ്സിൽ തന്നെ മമത രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. ബംഗാളിൽ കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കിയ തൃണമൂൽ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ 2011 മുതൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്റേതായ ഇടം നേടുവാൻ ഈ ധീരവനിതയ്ക്കായി. എന്നാൽ 2026 കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ഒരിക്കലും ജയിക്കില്ലെന്ന് കരുതിയ BJP ബംഗാൾ തൂത്തുവാരി എന്ന് തന്നെ പറയാം. ഭവാനിപൂരിൽ നിന്നും തുടർച്ചയായ 3 തവണയും വൻ ഭൂരിപക്ഷത്തിലാണ് മമത ജയിച്ചു കയറിയിരുന്നത്. എന്നാൽ 4-ാം തവണ പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ടു. മമതാ ബാനർജിയുടെ പതനം ദയനീയമാണെന്ന് വേണം കരുതാൻ. തുടർച്ചയായ 15 വർഷം ബംഗാൾ കൈയടക്കി വെച്ച മമതയുടെ തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചത് വെറും 80 സീറ്റ് മാത്രം. അതും 293 അംഗ നിയമസഭയിലാണ് മമത 80ലേക്ക് ചുരുങ്ങിയത്. എന്നാൽ പശ്ചിമ ബംഗാളിൽ 2011 ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന BJPക്ക് ലഭിച്ചത് 207 സീറ്റുകളാണ്. അവിടെയാണ് ബംഗാളിനെ കാവിയണിയിക്കുവാനെത്തിയ കരുത്തനായ സുവേന്ദു അധികാരിയെ കുറിച്ച് അറിയേണ്ടത്. 207 സീറ്റുകളോടുകൂടി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി കസേരയിൽ സുരക്ഷിതനായി ഇരുപ്പുറപ്പിച്ച സുവേന്ദു അധികാരി അക്ഷരാർത്ഥത്തിൽ നമ്മെ ഞെട്ടിച്ചിരിക്കുകയാണ്. ബംഗാളിന്റെ മണ്ണിൽ നിന്നുള്ളയാൾ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന അമിത് ഷായുടെ വാക്കുകൾ ബംഗാളികൾ ഏറ്റെടുത്തു. ബംഗാളിന്റെ തിരഞ്ഞെടുപ്പ് ചുമതല സാക്ഷാൽ അമിത് ഷാ നേരിട്ടാണ് ഏറ്റെടുത്തിരുന്നത്. മമതാ ബാനർജിയെ നന്ദിഗ്രാമിൽ പരാജയപ്പെടുത്തിയപ്പോൾ BJPയുടെ ബംഗാളിന്റെ മുഖമായി സുവേന്ദു അധികാരി മാറിയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഓടിച്ചെന്ന് പിടിച്ചെടുത്തതല്ല ബംഗാൾ ഭരണം. നീണ്ട 15 വർഷത്തെ ചിട്ടയായ പ്രവർത്തനങ്ങൾ ഇതിനു പിന്നിൽ ഉണ്ടെന്നതാണ് ഈ വിജയത്തിന്റെ തിളക്കം. എങ്കിൽ കമ്മ്യൂണിസത്തിൽ നിന്നും ബംഗാളി ജനതയെ കാവിയുടെ കീഴിലെത്തിച്ച രാഷ്ട്രീയ ചരടുവലിയിൽ അമ്പരപ്പിലാണ് രാഷ്ട്രീയ ലോകം. അവിടെയാണ് സുവേന്ദു അധികാരിയുടെ പ്രവർത്തന ശൈലിയെ അഭിനന്ദിക്കുന്നത്. 2021 നന്ദിഗ്രാമിൽ 1956 വോട്ടുകൾക്കാണ് സുവേന്ദു അധികാരിയും മമതയെ അട്ടിമറിച്ചത്. നന്ദിഗ്രാമിൽ പരാജയം രുചിച്ച മമത പിന്നീട് തന്റെ സുരക്ഷിത മണ്ഡലമായി സ്വീകരിച്ചത് ഭവാനിപൂരിനെയാണ്. 2021 തിരഞ്ഞെടുപ്പിൽ മമതയ്ക്ക് 58,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഭവാനിപൂരിൽ നിന്നും ലഭിച്ചത്. നന്ദിഗ്രാമിൽ പരാജയപ്പെട്ട മമത ഭവാനിപൂരിൽ അഭയം തേടിയപ്പോൾ അവിടെയും സുവേന്ദു അധികാരി എത്തി വളരെ മനോഹരമായി മമതയെ പരാജയപ്പെടുത്തി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ മമതാ ബാനർജി പോലും തന്റെ പരാജയത്തിൽ വിശ്വസിക്കാനാവാത്ത സ്ഥിതിയിലാണ്. വിശ്വസിച്ചേ മതിയാകൂ, സുവേന്ദുവിനോട് മമത തോറ്റു.
ഭവാനിപൂരിന് മിനി ഭാരതം എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട്. ഗുജറാത്തിൽ പഞ്ചാബികൾ, മാർവാടികൾ തുടങ്ങിയ സമുദായങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ട്. അതായത് ബംഗാളിലല്ലാത്ത 40% ആളുകൾ ഭവാനിപൂരിൽ താമസിക്കുന്നുണ്ട്. അത് BJPക്ക് അനുകൂല ഘടകമായിരുന്നു. ഇവർ തൃണമൂൽ കോൺഗ്രസിന് പുറത്തുള്ളവർ എന്ന നിലയിൽ BJPയിലേക്കാണ് വോട്ടുകൾ എത്തപ്പെട്ടത്. അത് മനസ്സിലാക്കിയ മമത വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുവാൻ പല തന്ത്രങ്ങളും നടപ്പിലാക്കിയതാണ്. അതിന്റെ ഭാഗമായി ഹിന്ദിയിൽ സംസാരിക്കുകയും ജൈന ക്ഷേത്രത്തിനായി ഭൂമി അനുവദിച്ചും തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിർത്താൻ ശ്രമം നടത്തി. കൂടാതെ വർഷങ്ങളായി 20%-ഓളം മുസ്ലിം വോട്ടർമാർ മമതയെ പിന്തുണച്ചു പോന്നിരുന്നു. എന്നാൽ മമതയ്ക്കെതിരെ വളരെ കൃത്യതയോടെയാണ് BJPയും അമിത്ഷായും പ്രവർത്തിച്ചിരുന്നത്. SIRനെ രാഷ്ട്രീയ ആയുധമാക്കിയാണ് മമതയെ തറപറ്റിച്ചത്. 91 ലക്ഷം വോട്ടുകളാണ് SIRലൂടെ അസാധുവാക്കിയിരുന്നത്. അവസാന നിമിഷം വരെ SIRനു വേണ്ടി മമത പോരാടിയതാണ്. എന്നാൽ ഒന്നും നടന്നില്ല. തൃണമൂൽ കോൺഗ്രസിന് ജയിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷ വോട്ടുകൾ അതിലൂടെ കുറയ്ക്കുവാൻ സാധിച്ചു. BJPയാണ് കേന്ദ്രം ഭരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തന്നെ സംസ്ഥാനം ഭരിക്കുകയാണെങ്കിൽ നാടിന് വികസന കുതിപ്പ് ഉണ്ടാകുമെന്നായിരുന്നു BJPയുടെ പ്രവചനം. ഇത് ജനങ്ങൾക്ക് ബോധിച്ചിരുന്നതിനാൽ വോട്ടൊഴുക്ക് വർദ്ധിക്കുവാൻ സാധിച്ചു. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നടന്ന ബലാത്സംഗ കൊലപാതകം വൻ പ്രതിഷേധങ്ങൾക്കും സമര പരമ്പരകൾക്കും സാക്ഷ്യം വഹിച്ചിരുന്നതാണ്. രാഷ്ട്രീയപരമായ പ്രതിസന്ധിയും തൃണമൂൽ കോൺഗ്രസ് നേരിട്ടതുമാണ്. ആ സംഭവം കത്തിപ്പടരുന്ന വേളയിലാണ് മമതയ്ക്ക് ഒരു നാക്കുപിഴ സംഭവിക്കുന്നത്. പെൺകുട്ടികൾ രാത്രികാലത്ത് എന്തിനാണ് പുറത്തിറങ്ങുന്നത് എന്ന ഒരു പരാമർശം മമതയിൽ നിന്നും പുറത്തു വന്നു. സ്ത്രീ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്നാരോപിച്ചുകൊണ്ട് അതിനെതിരെ BJP വനിതാ നേതാക്കൾ നല്ല രീതിയിലുള്ള പ്രചരണം നടത്തി. ഇടതു കോട്ടകളിൽ നല്ലൊരു ശതമാനം വോട്ടും BJPക്ക് ലഭിച്ചു. ബംഗാളികൾക്ക് ഇഷ്ടപ്പെട്ട മത്സ്യമായ കട്ല മത്സ്യം തിരഞ്ഞെടുപ്പ് ചിഹ്നമായി ഉപയോഗിച്ച BJPയുടെ രാഷ്ട്രീയ തന്ത്രം വിജയം കണ്ടിരുന്നു. ബംഗാളിലെ BJP നേതൃത്വത്തിന് മുസ്ലിം വോട്ടുകൾ എന്നും ഒരു തലവേദന തന്നെയായിരുന്നു. മുസ്ലിം വോട്ടുകൾ ഒരു കാരണവശാലും ലഭിക്കില്ലെന്നറിയാവുന്ന BJP ഹിന്ദു വോട്ടർമാരെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുവാൻ ആരംഭിച്ചു. അതിനായി ഒളിഞ്ഞും തെളിഞ്ഞും ചില ആരോപണങ്ങൾ വോട്ടർമാരിൽ എത്തിച്ചു. ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയവരാണ് പശ്ചിമ ബംഗാളിലെ ഭൂരിഭാഗം മുസ്ലിങ്ങളും എന്നൊരു വിഭാഗീയത അവിടെ പടർത്താൻ സാധിച്ചു. ഈ ആരോപണം വിജയിച്ചുവെന്നും ഹിന്ദു വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാമെന്നും BJP കരുതുന്നുണ്ട്. SIRലൂടെ മുസ്ലിം വോട്ടുകളിൽ വൻ കുറവുണ്ടാക്കാൻ BJP നടത്തിയ ശ്രമം ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെന്ന തോന്നൽ പ്രാദേശികമായി ഉണ്ടാക്കിയെടുക്കാനായതും വോട്ട് വർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. BJPയും ഇലക്ഷൻ കമ്മീഷനും തമ്മിലുള്ള ധാരണയിലാണ് ഇങ്ങനെയൊരു പരാജയം സംഭവിച്ചതെന്നും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല, ധാർമ്മിക വിജയം ഞങ്ങൾക്കാണ് എന്നൊക്കെ മമത പറഞ്ഞു നോക്കിയതാണ്. അതെല്ലാം വെറും ജൽപ്പനങ്ങൾ മാത്രമായി. 15 വർഷത്തെ അധികാരത്തിന്റെ കൊടുമുടിയിൽ നിന്നും ഒരു വൻ തകർച്ചയിലേക്കാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും വീണുപോയത്. ഒരു കാലത്ത് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ കളരിയിൽ മമതാ ബാനർജിയുടെ വിശ്വസ്തനായിരുന്നു സുവേന്ദു അധികാരി. ഇന്ന് മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും അന്തകനായി മാറി എന്നത് രാഷ്ട്രീയ കുതിരകളി എന്നു തന്നെ പറയാം. 2021 നന്ദിഗ്രാമിൽ മമതയെ അടിയറവ് പറയിച്ച സുവേന്ദു അധികാരി തന്നെയാണ് 2026 മമതയെ തകർത്തെറിഞ്ഞത്. 2021 77 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP 2026 207 സീറ്റുകളിലേക്കാണ് കുതിച്ചത്. ഇതൊരു ചരിത്രം കൂടിയാണ്. പശ്ചിമ ബംഗാളിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രി കൂടിയാണ് സുവേന്ദു അധികാരി. BJPയുടെ വിജയത്തിൽ ആരോപണങ്ങൾ പലതായിരിക്കാം. എന്നാൽ ഒരു സീറ്റ് പോലും ഇല്ലാത്തിടത്ത് പോലും തുടർന്നു വരുന്ന തിരഞ്ഞെടുപ്പിൽ ഭരണം കൈപ്പിടിയിലൊതുക്കുമ്പോൾ അത് BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ വിജയം തന്നെയാണ്. ചുരുങ്ങിയ സീറ്റുകൾക്കല്ല, വൻ ഭൂരിപക്ഷത്തിലാണ്
മിക്കപ്പോഴും വിജയം എന്നതും അത്ഭുതപ്പെടുത്തുന്നതാണ്. ജനങ്ങൾ പുതിയതായി എത്തുന്ന ഒരു പാർട്ടിയെ വിജയിപ്പിക്കുമ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നവരോട് അനിഷ്ടമോ ഭരണത്തോടുള്ള അതൃപ്തിയോ കാണുമെന്ന് ഉറപ്പാണ്. ആദ്യം തിരുത്തേണ്ടതും അത് തന്നെയല്ലേ? BJPയുടെ നയം നല്ലതോ മോശമോ ആയിക്കോട്ടെ, എന്നാൽ ഓരോ വർഷവുമുള്ള അവരുടെ വളർച്ച അതിവേഗമാണെന്നതാണ് തിരിച്ചറിയേണ്ടതാണ്. അതാണ് BJPയുടെ വിജയവും. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.